ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പത്രത്തിൽ വന്ന ഒരു ന്യൂസാണ് നിങ്ങളെ അറിയിക്കണം എന്നുള്ളത് തോന്നി. അപ്പോൾ ഇന്ന് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പലരും ന്യൂസൊന്നും വായിക്കാത്തത് കൊണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അതായത് പുതിയ രാംജി ഉടനെ നടപ്പിലാക്കുക എന്നുള്ള കാര്യമാണ് ന്യൂസ് പറയുന്നത്. നിലവിൽ ജൂലൈ 1 മുതൽ നടപ്പിലാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊഴിൽ ദിനങ്ങൾ 125 ഉയർത്തുന്നപ്പോൾ കൂലിയും വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് നിലവിൽ കൂലി വർദ്ധിപ്പിക്കും നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞ കാര്യമാണ്. അത് പ്രത്യേകമായിട്ട് വാർത്തയിൽ മാതൃഭൂമി പത്രത്തിൽ വന്നൊരു ന്യൂസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ കൂലി വർദ്ധിപ്പിക്കുന്ന ആ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ നിങ്ങൾക്ക് കുടിയേറ്റ തൊഴിലാളികൾക്കുൾപ്പെടെ ഏത് സംസ്ഥാനത്തിരുന്നും പോർട്ടലിലൂടെ തൊഴിൽ ആവശ്യപ്പെടാം. തൊഴിൽ യഥാർത്ഥത്തിൽ നടന്നോ എന്ന് GPS ഉപയോഗിച്ച് നിരീക്ഷിക്കും. വനിതാ സംവരണം വേഗത്തിലാക്കാനുള്ള നീക്കം പാളിയതിനു പിന്നാലെയാണ് പേരുമാറ്റത്തിലൂടെ വിവാദമായ രാംജി ഉടൻ ആരംഭിക്കാൻ പോകുന്നതെന്ന് ശ്രദ്ധേയമായത്. അപ്പോൾ നിലവിൽ ഇത് മാതൃഭൂമി പത്രമായതുകൊണ്ട് അതിൻ്റെ കുറച്ച് കാര്യം കൂടി ചേർത്തിട്ടായിരിക്കും ന്യൂസിലൊക്കെ അവർ കൊടുക്കുക. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്ന് ഗാന്ധിജി കേന്ദ്രവേതനം 90% നിന്ന് 60% കുറച്ചത് രാംജി പദ്ധതിയെ വിവാദത്തിലായിത്തീരുന്നു. എന്നാൽ തൊഴിൽ ലഭ്യതക്കൊപ്പം കൂലി വർധന കൂടി നടപ്പാക്കിക്കൊണ്ട് എതിർപ്പിനെ മറികടക്കാനാമെന്നാണ് കേന്ദ്രം കണക്കൂട്ടുന്നത്. ഇത് പത്രത്തിൽ പറയുന്ന കാര്യം സത്യം കേട്ടോ. അപ്പോൾ പലരും വിചാരിക്കുന്നത് കൂലി വർധനവും തൊഴിൽ ദിനം കൂട്ടുന്നതോടുകൂടി അവരുടെ തൊഴിലിന് കുറച്ചും കൂടി 125 തൊഴിൽ ദിനം ആക്കുന്നതോടുകൂടി തൊഴിൽ കുറച്ചും കൂടുതൽ കിട്ടുകയാണല്ലോ. പക്ഷേ നിലവിലത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും തൊഴിൽ കിട്ടാത്തൊരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് 60:40, അത് എന്താ പറയുക 60% കേന്ദ്രവും 40% സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറയുന്നതോടുകൂടി തന്നെ അതിൽ വലിയൊരു എന്താ പറയുക ഒരു ഇതുണ്ട്, പ്രയാസമുണ്ട്. അതായത് സംസ്ഥാന ഗവൺമെൻറ്റിന് വലിയൊരു ബാധ്യതയായി മാറുന്നതാണ് ഈ പദ്ധതി. പല സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കരുതെന്ന് പറഞ്ഞിട്ട് കത്ത് കോടതി പോയവരുണ്ട്, അല്ലാണ്ട് ലെറ്റർ കൊടുത്തവരുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു കത്ത് അയച്ചതാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ജോലി നടന്നതായി കടലാസിൽ മാത്രം കാണിച്ച് പണം നേടിയെടുക്കുന്നത് കാര്യക്ഷമമായി തടയാനാണ് GPS സംവിധാനമൊക്കെ നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിയമം കഴിഞ്ഞ ഡിസംബറിൽ കൊണ്ടുവന്ന് പഴയ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോഴും കഴിഞ്ഞ ബജറ്റിൽ രാംജിക്ക് 95,000 കോടി നീക്കിവെച്ചപ്പോൾ തൊഴിലുറപ്പിന് 3,000 കോടിയും വകയിരുത്തുന്നു. വരും വർഷങ്ങളിൽ ഈ തുക കൂടി രാംജിയിലേക്ക് മാറ്റാനാകും. രാംജി നടപ്പാക്കുന്നതോടെ തൊഴിലുറപ്പ് പദ്ധതി നിർത്തും. അതായത് നിലവിൽ 95,000 കോടി രൂപയോളമാണ് രാംജി പദ്ധതിക്ക് വേണ്ടി നിലവിൽ മാറ്റി വകയിരുത്തിയിരിക്കുന്നത്. അപ്പം നിലവിൽ നിങ്ങൾ എടുക്കുന്ന പണികൾക്കൊക്കെ കൂലി എത്രയും പെട്ടെന്ന് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള പണികൾക്കൊക്കെ ആയിരിക്കും പ്രയാസമാവുക. അപ്പോൾ അതുകൊണ്ട് അക്കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങളെ തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ പ്രവൃത്തികളൊക്കെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുക. പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ നമ്മൾ കുറച്ച് ആൾക്കാരെ വീഡിയോസ് കാണലുണ്ട്. അപ്പോൾ NMS ആപ്പിൽ അപ്ഡേഷൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ 3.7.7 എന്ന് പറഞ്ഞിട്ടൊരു അപ്ഡേഷൻ വന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പം നിലവിൽ നമുക്ക് പ്ലേ സ്റ്റോറിലൊന്നും ലഭ്യമായിട്ടില്ല. അപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു അപ്ഡേഷൻ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ NMS ആപ്പിൽ ഒരു അപ്ഡേഷൻ കൂടി വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ രൂപത്തിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ഈ ന്യൂസ് കണ്ടപ്പോൾ നിങ്ങൾ അറിയിക്കണം എന്നുള്ളതായിരുന്നു, അത് അറിയിച്ചു. ഓക്കെ, താങ്ക് യു.